റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് 2000 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള അഗ്നി പ്രൈം മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. കടലിനടിയിൽ നിന്നും, ഉപരിതലത്തിൽ നിന്നും, വായുവിൽ നിന്നും, റെയിൽവേ ശൃംഖലയിൽ നിന്ന് പോലും മിസൈൽ തൊടുക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഈ പരീക്ഷണം കാണിക്കുന്നു. മറ്റ് ചില രാജ്യങ്ങൾക്കും ഈ സാങ്കേതികവിദ്യ ഇല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ശത്രുക്കൾക്ക് മുന്നറിയിപ്പ്: മിസൈൽ സംവിധാനങ്ങളുടെ ചലനശേഷി വർദ്ധിപ്പിക്കുകയും അവയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പുതിയ പ്രതിരോധ സാങ്കേതികവിദ്യ ഇന്ത്യ പരീക്ഷിച്ചു. വ്യാഴാഴ്ച ആദ്യമായി റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്ന് ഇന്ത്യ ഇന്റർമീഡിയറ്റ് റേഞ്ച് അഗ്നി പ്രൈം മിസൈലിൻ്റെ വിക്ഷേപണം വിജയകരമായി നടത്തി. ഈ വിക്ഷേപണം എന്തുകൊണ്ട് പ്രാധാന്യമർഹിക്കുന്നുവെന്നും മറ്റ് ഏതൊക്കെ രാജ്യങ്ങളാണ് അത്തരം സാങ്കേതികവിദ്യ കൈവശം വച്ചിരിക്കുന്നതെന്നും നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. വ്യാഴാഴ്ച, അതായത് സെപ്റ്റംബർ 25, റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്ന് നൂതന ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ അഗ്നി പ്രൈമിൻ്റെ പരീക്ഷണ വിക്ഷേപണം ഇന്ത്യ വിജയകരമായി നടത്തി. ലളിതമായി പറഞ്ഞാൽ, ഇന്ത്യ ഒരു ട്രെയിനിൽ നിന്നാണ് ഈ മിസൈൽ പരീക്ഷിച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ അഭ്യാസത്തെ ഇത്തരത്തിലുള്ള ആദ്യത്തേത് എന്ന് പ്രശംസിച്ചു. ഈ നേട്ടത്തിന് രാജ്യത്തെയും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ ശാസ്ത്രജ്ഞരെയും അഭിനന്ദിച്ചു. ഇന്റർമീഡിയറ്റ് റേഞ്ച് അഗ്നി പ്രൈം മിസൈലിൻ്റെ വിജയകരമായ പരീക്ഷണത്തിന് DRDO, സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ്, സായുധസേന എന്നിവയ്ക്ക് അഭിനന്ദനങ്ങൾ. ഈ വിജയകരമായ പറക്കൽ പരീക്ഷണം ഇന്ത്യയെ മൂവ് റെയിൽ നെറ്റ്വർക്കിൽ നിന്ന് കാനിറ്ററൈസ്ഡ് ലോഞ്ച് സിസ്റ്റം വികസിപ്പിച്ച തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. വിക്ഷേപണത്തിന് ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ രാജ്നാഥ് സിംഗ് എഴുതി: അഗ്നി പ്രൈം മിസൈൽ 2 ഘട്ടങ്ങളുള്ള സോളിഡ് പ്രൊപ്പല്ലൻ്റ് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ഇതിന് 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ഇത് ചൈനയും പാകിസ്ഥാനെയും ഉൾക്കൊള്ളുന്നു. അഗ്നി പരമ്പരയിലെ 6ാമത്തെ മിസൈലാണിത്. ഇതുവരെ ട്രക്കിൽ കൊണ്ടുപോകാനും കാനിസ്റ്റർ വഴി വിക്ഷേപിക്കാനും കഴിയുമായിരുന്ന ഈ മിസൈലിന് ആണവശേഷിയുമുണ്ട്. ഏറ്റവും പുതിയ പരീക്ഷണത്തോടെ കടലിനടിയിൽ നിന്നും, ഉപരിതലത്തിൽ നിന്നും, വായുവിൽ നിന്നും, ഇപ്പോൾ ഒരു റെയിൽവേ ശൃംഖലയിൽ നിന്നും ആണവ മിസൈൽ വിക്ഷേപിക്കാനുള്ള കഴിവ് രാജ്യത്തിന് ലഭിച്ചു. ഒരു റെയിൽ കോറിൽ നിന്നുള്ള അഗ്നി പ്രൈമിൻ്റെ വിക്ഷേപണം പ്രാധാന്യമർഹിക്കുന്നു. കാരണം ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നവർക്ക് രാജ്യത്തിൻ്റെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും കുറഞ്ഞ പ്രതികരണ സമയത്തിനുള്ളിൽ ആ മിസൈലിൻ്റെ ദൃശ്യപരത കുറയ്ക്കാനും പ്രാപ്തമാക്കുന്നു. നിലവിൽ അഗ്നി പ്രൈം പോലുള്ള മിക്ക നൂതന മിസൈലുകളും വലുതും നീക്കാൻ എളുപ്പമുള്ളതുമല്ല. ഇക്കാരണത്താൽ അവ പരമ്പരാഗതമായി സ്ഥിര മിസൈൽ സിലോകളിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ചില മിസൈലുകൾ ഇപ്പോൾ വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ അവ ട്രെയിനുകളിൽ ഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മിസൈലുകൾ ഒരു നിശ്ചിത സിലോസിൽ സൂക്ഷിക്കുന്നതിലൂടെ അവ ആക്രമണത്തിന് കൂടുതൽ സാധ്യതയുണ്ടെന്ന് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതിനാൽ അവയെ ചലിക്കുന്ന വസ്തുക്കളിലേക്ക് മാറ്റുന്നതിലൂടെ ശത്രു രാജ്യങ്ങൾക്ക് ആ മിസൈൽ കണ്ടെത്തി ആക്രമിക്കാനുള്ള സാധ്യത കുറയുന്നു. റെയിൽ അധിഷ്ഠിത മിസൈലുകൾ നശിപ്പിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. കാരണം അവയ്ക്കൊരു രാജ്യത്തിൻ്റെ റെയിൽ ശൃംഖലയിലൂടെ എവിടെയും സഞ്ചരിക്കാനും ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്ന് ഒളിക്കാനും കഴിയും. കൂടാതെ രാജ്യത്തിൻ്റെ നിലവിലുള്ള റെയിൽ ശൃംഖല സേവനങ്ങൾ കാരണം ആവശ്യമുള്ള സമയങ്ങളിൽ അവയെ വേഗത്തിൽ എവിടെ വേണമെങ്കിലും മാറ്റിസ്ഥാപിക്കാനും സമാഹരിക്കാനും കഴിയും. റോഡ് ലോഞ്ചറുകളേക്കാൾ മികച്ച ശേഷി നൽകാൻ ഒരു റെയിൽ മൊബൈൽ ലോഞ്ചറിന് കഴിയും. ഈ സാങ്കേതികവിദ്യയുള്ള രാജ്യങ്ങൾ വേറെയുമുണ്ട്. വ്യാഴാഴ്ചത്തെ വിക്ഷേപണത്തോടെ ട്രെയിനിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ള വളരെ ചെറിയ രാജ്യങ്ങളുടെ ഒരു ക്ലബിൽ ഇന്ത്യയും ചേർന്നു. വാസ്തവത്തിൽ ഈ സാങ്കേതികവിദ്യ ശീതയുദ്ധം മുതലുള്ളതാണ്. അന്നത്തെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ട്രെയിനുകളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. 1950കളിൽ മിനിറ്റ്മാൻ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് റെയിൽ ബേസിംഗ് മോഡ് ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് അമേരിക്ക ഒരു പഠനം ആരംഭിച്ചു. എന്നാൽ 1961 ഈ ഓപ്ഷൻ ഉപേക്ഷിച്ചു. 1980കളിൽ റെയിൽവേ മൊബൈൽ ലോഞ്ചറുകളിൽ പീസ് കീപ്പർ ICBMകൾ വിന്യസിക്കാൻ US പദ്ധതിയിട്ടപ്പോൾ ഈ ആശയം വീണ്ടും ഉയർന്നു വന്നു. എന്നിരുന്നാലും സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഈ പദ്ധതി റദ്ദാക്കി. സോവിയറ്റ് യൂണിയൻ റെയിലിൽ ഒരു ICBM സംവിധാനം വിന്യസിച്ചു. അതിന് RT-23 മെലോഡെറ്റ്സ് എന്ന് പേരിട്ടു. എന്നിരുന്നാലും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ റെയിലുകളിൽ വിക്ഷേപിക്കുന്ന ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി അനുസരിച്ച് ഉപേക്ഷിച്ചു. ബാർഗുസിൻ എന്നൊരു സംവിധാനം ഉപയോഗിച്ച് ഈ വിക്ഷേപണ ശേഷി വീണ്ടും അവതരിപ്പിക്കാനും റഷ്യ പദ്ധതിയിട്ടിരുന്നു. എന്നിരുന്നാലും ഹൈപ്പർസോണിക് മിസൈലിൻ്റെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഈ പദ്ധതി ഉപേക്ഷിച്ചു.
2016 ഡിസംബറിൽ ചൈന തങ്ങളുടെ ഏറ്റവും പുതിയ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലായ DF-41 അതിൻ്റെ പുതിയ റെയിൽ മൊബൈൽ പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചതായി വാർത്താ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഉത്തര കൊറിയ ഒരു പുതിയ റെയിലധിഷ്ഠിത ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം പരീക്ഷിച്ചതായും അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടതായും റിപ്പോർട്ടുണ്ട്. രാജ്യത്തിലെ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് മിസൈലുകൾ ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്ത് കടലിലെ ഒരു ലക്ഷ്യത്തിൽ പതിക്കുന്നതിന് മുമ്പ് 800 കിലോമീറ്ററിലധികം പറന്നിരുന്നു. കൂടാതെ പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ച ഉത്തര കൊറിയൻ മാർഷലും ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ പോളിറ്റ് ബ്യൂറോയുടെ പ്രസിഡിയം അംഗവുമായ പാക് ജോങ് ചോൻ മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞതായി ഉദ്ധരിച്ചു: ഞങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന ശക്തികൾക്ക് റെയിൽവേ വഴിയുള്ള മിസൈൽ സംവിധാനം കഠിനമായി ഒന്നിലധികം തവണ ഒരേ സമയം പ്രഹരിക്കാൻ കഴിവുള്ള ഒരു കാര്യക്ഷമമായ പ്രത്യാക്രമണ മാർഗമായി പ്രവർത്തിക്കും. പരീക്ഷണത്തിന് ശേഷം ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയൻറ്റിസ്റ്റിലെ സീനിയർ ഫെലോ ആയ ആദം മൗണ്ട് ആണവസേനയുടെ അതിജീവന ശേഷി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് റെയിൽ മൊബൈൽ മിസൈലുകൾ താരതമ്യേന വില കുറഞ്ഞതും വിശ്വസനീയവുമായ ഒരു ഓപ്ഷനാണെന്ന് എക്സിൽ എഴുതി. റഷ്യ അത് ചെയ്തു, US അത് പരിഗണിച്ചു, ഉത്തര കൊറിയയ്ക്ക് ഇത് വളരെയധികം അർത്ഥവത്താണ്, അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു.